ഹലോ ആൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോസസ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന്റെ സിലബസ് വരുന്നത് പ്രോസസ് കൺട്രോൾ, അതിനകത്ത് റെക്കോർഡേഴ്സ്, ടൈമേഴ്സ്, ട്രാൻസ്ഡ്യൂസേഴ്സ്, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, പ്രോസസ് കൺട്രോൾ സിസ്റ്റം, അതുപോലെ തന്നെ അതിന് ടൈപ്സ് ഓഫ് സിസ്റ്റംസ്, ഓപ്പൺ ലൂപ്പ് ആൻഡ് ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റംസ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് കൺട്രോൾ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഡയഗ്രംസ്, ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്, ഡിസ്റ്റിലേഷൻ പ്ലാൻ, പിന്നെ കൺട്രോൾ റൂം ഫംഗ്ഷൻസ്, കൺട്രോൾ വാൾവ്സ്, അതുപോലെ ടൈപ്സ് ഓഫ് കൺട്രോളേഴ്സ്, പി ഐ ആൻഡ് PID കൺട്രോൾസ് ആൻഡ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ട്രാൻസ്ഫർ ഫംഗ്ഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് വരുന്നത്. ഇത് മെയിൻ ആയിട്ട് ഇൻസ്ട്രുമെന്റേഷൻ ഫോക്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പൊ നമുക്ക് വൺ ബൈ വൺ നോക്കാം. സോ ബേസിക്കലി ആദ്യം നമ്മൾ പ്രോസസ് എന്താണെന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. A process is any operation where material or energy is being transformed. Okay, എനർജി ട്രാൻസ്ഫർമേഷൻ, മെറ്റീരിയലോ അല്ലെങ്കിൽ എനർജി ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്ന എന്തിനെ നമുക്ക് എന്ത് പറയാം, എന്ത് ഓപ്പറേഷൻസിനെ നമ്മൾ പ്രോസസ് എന്ന് പറയാം. പ്രോസസ് ഈസ് എനി ഓപ്പറേഷൻ വേർ മെറ്റീരിയൽ ഓർ എനർജി ഈസ് ട്രാൻസ്ഫോംഡ്. ഓക്കെ, so process control is the technique of monitoring and maintaining the process variables like temperature, pressure, flow, level, composition, pH, etc. at desired values by manipulating certain inputs. അപ്പോൾ നമ്മളൊരു പ്രീസെറ്റ് ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ ഇനീഷ്യലി സെറ്റ് ചെയ്യും. ആ സെറ്റ് പോയിന്റ് നമ്മൾ ഇനീഷ്യലി സെറ്റ് ചെയ്യും. അതിനനുസരിച്ച് നമ്മൾ ആ പ്രോസസ് വേരിയബിൾസിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ട് അതിനെ ആവശ്യമെങ്കിൽ നമ്മൾ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ പ്രോസസ് കൺട്രോൾ എന്ന് പറയുന്നത്. ടെക്നിക് ഓഫ് മോണിറ്ററിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് പ്രോസസ് വേരിയബിൾസ്, അതായത് ടെമ്പറേച്ചർ, പ്രഷർ, ഫ്ലോ, അതുപോലെ തന്നെ വാട്ടർ ലെവൽ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ലെവൽ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രോസസ് വേരിയബിൾസ് ആൾറെഡി നമ്മൾ ഡിഫൈൻഡ് ആണ്. ഈ പറയുന്ന പ്രോസസ് വേരിയബിൾസിനെല്ലാം നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ട് അതിനെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്. അതുപോലെ നമ്മൾ ഇനീഷ്യലി സെറ്റ് പോയിന്റ് നമ്മൾ ഒരു സെറ്റ് പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനനുസരിച്ച് ഈ പറയുന്ന പ്രോസസ് വേരിയബിൾസിനെല്ലാം മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ പ്രോസസ് കൺട്രോൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ബോയിലർ ടെമ്പറേച്ചർ കൺട്രോൾ. ഓക്കെ, ബോയിലറിനകത്ത് ഉള്ള ടെമ്പറേച്ചർ നമ്മൾ പ്രീസെറ്റ് ആയിട്ടുള്ള വാല്യൂയിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമ്മൾ പ്രോസസ് കൺട്രോൾ വഴി നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ വാട്ടർ ടാങ്ക് ലെവൽ കൺട്രോൾ. ഓക്കെ, വാട്ടർ ലെവൽ കൺട്രോൾ, വാട്ടർ ടാങ്കിലുള്ള ടെമ്പറേച്ചർ കൺട്രോൾ. നമുക്കറിയാം ഒരുപാട് നമുക്ക് വാട്ടർ ലെവൽ കൺട്രോളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇതെല്ലാം ഒരു പ്രോസസ് കൺട്രോൾ ടെക്നിക് ആയിട്ടാണ് പറയപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഹീറ്റ് എക്സ്ചേഞ്ചർ, ഔട്ട്ലെറ്റ്, ടെമ്പറേച്ചർ കൺട്രോൾ. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എല്ലാം നമ്മൾ ഡിസൈഡ് വാല്യൂയിലേക്ക് നമുക്ക് പ്രോസസ് കൺട്രോൾ വഴി നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ടോപ്പിക്കിനകത്ത് പഠിക്കാൻ പോകുന്നത്. The objective of process control is to maintain the product quality, safety, efficiency and stability despite disturbances. അപ്പൊ എന്തൊക്കെ രീതിയിലുള്ള ഒപ്പോസിഷൻസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിലും നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ സേഫ്റ്റി, എഫിഷ്യൻസി, സ്റ്റെബിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് പ്രോസസ് കൺട്രോൾ ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബേസിക് എലമെന്റ്സ് ഓഫ് എ പ്രോസസ് കൺട്രോൾ സിസ്റ്റം, ഒരു കോമൺ ആയിട്ടുള്ള പ്രോസസ് കൺട്രോൾ സിസ്റ്റംസിൽ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള കമ്പോണൻസ് ആണ് നമുക്ക് അതിനകത്ത് വരുന്നത് നോക്കാം. ഒന്നാമത്തേത് മെയിൻലി പ്രോസസ്, ഏത് പ്ലാന്റിലാണോ നമ്മൾ ആ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ ഒരു പ്ലാന്റിന്റെ ഇനീഷ്യൽ സെറ്റപ്പ്. രണ്ടാമത്തേത് മെഷറിംഗ് എലമെന്റ്. മെഷറിംഗ് എലമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് സെൻസറും വരും, ട്രാൻസ്മിറ്ററും വരും. ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ നമ്മൾ അതിനെ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയാറുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടാകും പല രീതിയിലുള്ള സെൻസർ, ഫ്ലോ സെൻസർ ഉണ്ട്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്, മോഷൻ സെൻസേഴ്സ് ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള സെൻസർ ഉണ്ട്. സോ സെൻസർ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള കമ്പോണന്റ്. സെൻസർ പ്ലസ് ട്രാൻസ്മിറ്റർ ആണ് ഇതിന്റെ മെഷറിംഗ് എലമെന്റ് സൈഡിൽ വരുന്നത്. മൂന്നാമത്തത് കൺട്രോളർ ആണ്. ഓക്കെ, ഇപ്പൊ എന്താണ് ഡീറ്റെയിൽ എന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് പഠിക്കാം. സോ ഫോർത്ത് ബേസിക് എലമെന്റ് ഈസ് ദ ഫൈനൽ കൺട്രോൾ എലമെന്റ്, അല്ലെങ്കിൽ നമുക്ക് അതിനെ കൺട്രോൾ വാൽവ് അല്ലെങ്കിൽ ആക്ച്വേറ്റർ എന്ന് പറയാം. ഫിഫ്ത്ത് എലമെന്റ് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു പ്രോസസ് കൺട്രോൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. പ്രോസസ്, മെഷറിംഗ് എലമെന്റ്, controller, then it moves to final control element, that is actuator or control valve, and finally it goes to feedback system. Okay, so ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ലേ ഔട്ട്. അപ്പൊ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലി നമുക്ക് ആ പ്രോസസ്സിൽ നിന്നൊരു ഇൻപുട്ട്
നമുക്ക് ആൾറെഡി സിസ്റ്റത്തിലേക്ക് ഫീഡ് ചെയ്യും. അപ്പോൾ ഈ എറർ ഡിറ്റക്ടർ അല്ലെങ്കിൽ നമ്മൾ അതിനെ വേറെ പറയുന്ന പേരാണ് സെൻസർ. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രീസെറ്റ് വാല്യൂ, എല്ലാ പ്രോസസ് കൺട്രോൾ സിസ്റ്റത്തിലും ഒരു പ്രീസെറ്റ് പോയിന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു വാല്യൂ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ വാല്യൂ എവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക് ആയിട്ട് സെൻസ് ചെയ്യുന്നത്. അപ്പൊ ഇനീഷ്യലി ലൂപ്പ് നടക്കുന്ന സമയത്ത് ഇതിനകത്ത് നിന്ന് ഡയറക്റ്റ് ഈ പറയുന്ന കൺട്രോളറിലേക്ക് എന്ത് ചെയ്യും, ഈ സിഗ്നൽ അങ്ങോട്ട് പാസ് ചെയ്യും. ആ കൺട്രോളർ അതിനെ എന്ത് ചെയ്യും, ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് മാറ്റും. ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് മാറ്റിയിട്ട് നേരെ അത് എന്ത് ചെയ്യും, ആക്ച്വേറ്ററിലേക്ക് പോകും. ആക്ച്വേറ്ററിൽ നിന്ന് അത് നേരെ ഔട്ട്പുട്ടിലേക്ക് പോകും. അത് ഈ ഔട്ട്പുട്ട് എന്താണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം വഴി എന്ത് ചെയ്യും, ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പൊ നമ്മൾ പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള വാല്യൂവിൽ നിന്ന് ഇപ്പൊ ഇത് കൊടുക്കുന്ന ഇൻപുട്ട് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള വാല്യൂവിൽ നിന്ന് ഒരുപാട് വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ആ ആക്ച്വൽ വാല്യൂവും അല്ലെങ്കിൽ സെറ്റ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എറർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഒരു ആക്ച്വൽ വാല്യൂ ഉണ്ടാവും, ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്ച്വൽ വാല്യൂ, അതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഇൻപുട്ട് വാല്യൂ. അപ്പൊ ഇൻപുട്ട് വാല്യൂ ആക്ച്വൽ വാല്യൂവിൽ നിന്ന് അല്ലെങ്കിൽ ആക്ച്വൽ വാല്യൂ ഇൻപുട്ട് വാല്യൂവിൽ നിന്ന് എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എറർ എന്ന് പറയും. അതാണ് ഇവിടെ ഫീഡ്ബാക്ക് ആക്കി കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഫീഡ്ബാക്കിനെ അനുസരിച്ചിട്ടാണ് പിന്നെ എന്തൊക്കെ മെക്കാനിസംസ് നടക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. സോ ഇവിടെ സെൻസ് ചെയ്യും, സെൻസർ ടു കൺട്രോളർ, കൺട്രോളർ അതിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി കൺവേർട്ട് ചെയ്യും. ആ ഇലക്ട്രിക്കൽ സിഗ്നൽ ഒരു ആക്ച്വേറ്ററിലേക്ക് പോകും. ഈ ആക്ച്വേറ്റർ ആണ് ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രോസസ്സ് എന്ത് ചെയ്യുന്നത്, ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോ വാട്ടർ ടാങ്കിന്റെ ലെവൽ ആണെങ്കിൽ ഒരു മിനിമം ലെവൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പമ്പ് ഓഫ് ചെയ്യുക. ഇതാണ് ഈ ഒരു ആക്ച്വേഷൻ, അല്ലെങ്കിൽ ആ പമ്പ് ഓഫ് ചെയ്യാനുള്ള ഒരു കമാൻഡ് കൊടുക്കുന്നത് ഈ ആക്ച്വേറ്ററിൽ നിന്നാണ്. അതിനാണ് നമ്മൾ ആക്ച്വലി ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാട്ടർ ഫ്ലോ ലെവൽ ഒരു പർട്ടിക്കുലർ ലെവൽ എത്തിക്കഴിഞ്ഞാൽ പമ്പ് ഓഫ് ചെയ്യണം എന്നുള്ള കമാൻഡ് ആണ് ഈ ആക്ച്വേറ്ററിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന പ്രോസസ് കൺട്രോൾ എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ബേസ് ചെയ്ത് ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം ആണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്പുട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ആക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് അവിടെ എക്സിക്യൂട്ട് ആവുകയാണ്. ഓക്കെ, so these are all the basic elements of a process control system, basic system. ഇനി ഇതിന്റെ വർക്കിംഗ് ആണ് ഇവിടെ പറയുന്നത്. A process control system begins with a sensor which continuously monitors the physical quantities such as temperature, pressure, flow, heat, gas or force. ഇത് എല്ലാ ഇൻഡസ്ട്രീസിലും നമുക്ക് പ്രോസസ് കൺട്രോൾ സിസ്റ്റംസ് ഉണ്ടാവും. അപ്പൊ ഏതാണോ നമുക്ക് അവിടെ മെഷറബിൾ വേരിയബിൾ അല്ലെങ്കിൽ ഏതാണോ അതിന്റെ പ്രോസസ് വേരിയബിൾ അനുസരിച്ചിട്ട് നമ്മൾ അതിനെ പ്രഷർ എന്നോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്നോ ഫ്ലോ എന്നോ, ഫ്ലോ കൺട്രോളിംഗ് സിസ്റ്റംസ് ആണെങ്കിൽ ഫ്ലോ ആയിരിക്കും, അല്ലെങ്കിൽ പ്രഷർ സെൻസർ ആണെങ്കിൽ പ്രഷർ കൺട്രോളിംഗ് സിസ്റ്റംസ് ആണെങ്കിൽ പൈപ്പ് ലൈൻസ് ഒക്കെ ആണെങ്കിൽ പ്രഷർ ആയിരിക്കും, അങ്ങനെ തെർമൽ സിസ്റ്റംസ് ആണെങ്കിൽ ടെമ്പറേച്ചർ ആയിരിക്കും. ഏത് സിസ്റ്റം ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് അതിന്റെ ആ ഒരു പ്രോസസ് പാരാമീറ്റർ വേരി ചെയ്യും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പാരാമീറ്റേഴ്സിനെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുകയാണ് ഈ പറയുന്ന സെൻസർ. സെൻസർ ഉപയോഗിച്ചുകൊണ്ട് എത്രയാണ് ടെമ്പറേച്ചറിന്റെ വാല്യൂ അല്ലെങ്കിൽ എത്രയാണ് പ്രഷർ വാല്യൂ എത്രയാണ് വരുന്നത്, ഫ്ലോ റേറ്റ് എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യപ്പെടുന്നു. Then sensor converts these physical quantities into an electrical signal that can be processed by the system. ഇപ്പൊ സെൻസറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് എന്ത് ചെയ്യും, അത് കൺവേർട്ട് ചെയ്യും. These electrical signal is sent to controller, a controller which acts as a brain of the system. ഈ സെൻസറിൽ നിന്ന് നമുക്ക് ഇലക്ട്രിക്കൽ സിഗ്നൽ പോകുന്നത് എവിടേക്കാണ്, കൺട്രോളറിലേക്കാണ്. ദെൻ ഈ കൺട്രോളർ ആണ് ആ ഒരു പ്രോസസ് കൺട്രോൾ സിസ്റ്റത്തിന്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. കൺട്രോളർ കമ്പയർസ് ദ റിസീവ്ഡ് സിഗ്നൽ വിത്ത് ദ ഡിസൈർഡ് സെറ്റ് വാല്യൂ ആൻഡ് പ്രോസസിങ് ഇറ്റ് ആൻഡ് ഡിസൈഡ്സ് ദ നെസസറി കറക്റ്റീവ് ആക്ഷൻ. അതായത് ഈ കൺട്രോളറിലേക്ക് സിഗ്നൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൺട്രോളർ ഇൻപുട്ട് ആയിട്ട് നമ്മൾ ഒരു സെറ്റ്, ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ ഇനീഷ്യലി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഫ്ലോ ആണെങ്കിൽ ഫ്ലോ എന്ന് പറയുന്ന ഫ്ലോ ലെവൽ ഇത്ര ആവണം, ഇത്ര ലെവൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പമ്പ് ഓഫ് ചെയ്യണം വാട്ടർ ടാങ്കിൽ എന്നുള്ള ഒരു ഇനീഷ്യൽ വാല്യൂ നമ്മൾ ഒരു ഇനീഷ്യൽ ലെവൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ പറയുന്ന കൺട്രോളർ അതിലേക്ക് വരുന്ന സിഗ്നലില് നമ്മൾ പ്രീസെറ്റ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും. ആ കമ്പയർ ചെയ്തിട്ട് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നെക്സ്റ്റ് സ്റ്റേജിൽ ദ കൺട്രോളർ ദെൻ സെൻഡ് സിഗ്നൽ, കൺട്രോൾ സിഗ്നൽ ടു ദ ആക്ച്വേറ്റർ. ആക്ച്വേറ്റർ എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണോ ആക്ഷൻ പെർഫോം ചെയ്യേണ്ടത് അതിലേക്കുള്ള കമാൻഡ് കൊടുക്കുന്നത് ആക്ച്വേറ്റർ ആണ്. ദ ആക്ച്വേറ്റർ കൺവേർട്സ് ദ ഇലക്ട്രിക്കൽ കൺട്രോൾ സിഗ്നൽ ഇൻ ടു എ ഫിസിക്കൽ ആക്ഷൻ such as switching a heater or AC on off or opening or closing a valve or adjusting the pressure or flow. അപ്പൊ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ആക്ച്വേറ്റർ വഴി നമുക്ക് ചെയ്യാവുന്നതാണ്. അത് ഏതൊരു സിസ്റ്റംസ് ആണോ അതിനനുസരിച്ചിട്ട് ആ ഒരു പ്രോസസ് കൺട്രോളിൽ അത് ആ ഒരു ആക്ഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ വാട്ടർ ലെവൽ കൺട്രോളർ ആണ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത്. അത് ഒരു പക്ഷേ ഹീറ്റിംഗ് സിസ്റ്റം ഓൺ ഓഫ് ആവാം, അല്ലെങ്കിൽ AC എയർ കണ്ടീഷണർ സെൻട്രലൈസ്ഡ്
എയർ കണ്ടീഷനിങ് പ്ലാന്റ് ആണെങ്കിൽ അവിടെ AC ഓൺ ഓഫ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഇപ്പൊ പൈപ്പിംഗ് സിസ്റ്റംസിലാണെങ്കിൽ ഒരു വാൽവ് ഓപ്പൺ ചെയ്യുന്നതോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്നതാവാം, എന്ത് വേണമെങ്കിൽ ആവാം. ഓക്കെ, അപ്പൊ ആക്ച്വേറ്റർ ആണ് ഈ പറയുന്ന മെക്കാനിക്കൽ ആക്ഷൻ എല്ലാം ആക്ച്വേറ്റ് ചെയ്യുന്നത്. ടുഗദർ ദ സെൻസർ, controller and actuator work continuously to maintain the desired operating condition of the process. ഇങ്ങനെയാണ് നമുക്ക് ഒരു പ്രോസസ് കൺട്രോൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് കൺട്രോൾഡ് വേരിയബിൾ എന്താണ്, അതുപോലെ തന്നെ മാനിപ്പുലേറ്റഡ് വേരിയബിൾ എന്താണെന്ന് നോക്കാം. മെയിൻ ആയിട്ട് പ്രോസസ് കൺട്രോളിൽ ഉപയോഗിക്കുന്ന രണ്ട് ടൈപ്പ് ഓഫ് വേരിയബിൾസ് ആണ്. കൺട്രോൾഡ് വേരിയബിൾ എന്ന് പറയുന്നത് ദ വേരിയബിൾ വി വാണ്ട് ടു മെയിൻറ്റെയിൻ അറ്റ് എ ഡിസൈഡ് വാല്യൂ. ഓക്കെ, ഇപ്പൊ നമ്മൾ പ്രീസെറ്റ് വാല്യൂ അല്ലെങ്കിൽ സെറ്റ് പോയിന്റ് എന്നെല്ലാം നമ്മൾ പറയാറുണ്ട്. സെറ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ടെമ്പറേച്ചർ, നമ്മൾ ഇപ്പൊ ടെമ്പറേച്ചർ ആണ് നമ്മൾ ഒരു വേരിയബിൾ ആയിട്ട് എടുക്കുന്നെങ്കിൽ ആ ഒരു ടെമ്പറേച്ചർ നമ്മൾ ഒരു പ്രീസെറ്റ് വാല്യൂയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യും. ഇപ്പോൾ AC-യിലാണെങ്കിൽ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ നമ്മളൊരു 25 ഡിഗ്രി സെൽഷ്യസിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നു. അപ്പൊ 25 ഡിഗ്രി സെൽഷ്യസ് റൂം ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കംപ്രസർ കട്ട് ഓഫ് ആവും, കംപ്രസർ സ്റ്റോപ്പ് ആവും. അത് കഴിഞ്ഞ് ആ ഒരു ടെമ്പറേച്ചറിൽ വേരിയേഷൻ വരുമ്പോഴാണ് വീണ്ടും എന്ത് ചെയ്യുന്നത്, കംപ്രസർ ഓൺ ആവുന്നത്. അപ്പൊ അതൊരു പ്രോസസ്, ഒരു മിനി ആയിട്ടുള്ള പ്രോസസ് കൺട്രോൾ സിസ്റ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ അപ്പൊ കൺട്രോൾ വേരിയബിൾ എന്ന് പറയുന്നത് ദ വേരിയബിൾ ദാറ്റ് വി വാണ്ട് ടു മെയിൻറ്റെയിൻ അറ്റ് എ ഡിസൈഡ് വാല്യൂ. ഇപ്പൊ നമ്മൾ AC-യിലാണെങ്കിൽ ടെമ്പറേച്ചർ അല്ലെ, ഇപ്പൊ പ്രഷർ സിസ്റ്റംസ് ആണെങ്കിൽ പ്രീസെറ്റ് പ്രഷർ വാല്യൂ. So that is the controlled variable. ഇനി manipulated variable എന്ന് പറയുമ്പോൾ the variable that we want to control the control variable. The variable we adjust to control the CV എന്ന് പറയുന്ന control variable. അപ്പൊ control variableനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിളിനെയാണ് നമ്മൾ മാനിപ്പുലേറ്റഡ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇപ്പൊ സ്റ്റീം ഫ്ലോ റേറ്റ്, ഇപ്പൊ നമ്മളൊരു സ്റ്റീം പവർ പ്ലാന്റിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സ്റ്റീമിന്റെ ടെമ്പറേച്ചർ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നത്. അപ്പൊ സ്റ്റീമിന്റെ ഫ്ലോ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റീമിന്റെ ടെമ്പറേച്ചർ ഒരുപാട് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റീം ഫ്ലോ റേറ്റ് കുറയ്ക്കും. അതുപോലെ സ്റ്റീം ഫ്ലോ റേറ്റ് കൂട്ടുന്ന ടെമ്പറേച്ചർ ഒരുപാട് കൂടുതലാണ് നമുക്ക് വേണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ അനുസരിച്ച് സ്റ്റീം ഫ്ലോ റേറ്റിനെ നമ്മൾ കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യും. അപ്പോൾ ഇവിടെ ഈ സ്റ്റീം പവർ പ്ലാന്റിന്റെ കേസിൽ സ്റ്റീം ഫ്ലോ റേറ്റ് ആണ് അത് മാനിപ്പുലേറ്റഡ് വേരിയബിൾ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് കൺട്രോൾഡ് വേരിയബിൾ ആൻഡ് മാനിപ്പുലേറ്റഡ് വേരിയബിൾ. ഇനി നമുക്ക് അതിനകത്ത് വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള കമ്പോണന്റ് ആണ് റെക്കോർഡേഴ്സ്. പ്രോസസ് കൺട്രോളിൽ നമുക്ക് റെക്കോർഡേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. A recorder is a basic element or instrument used in process control to continuously record the value of a process variable with respect to time. അതായത് ഓരോരോ ടൈമിനനുസരിച്ച് at any particular point of time what is the value of a process variable. പ്രോസസ് വേരിയബിൾ എന്താണെന്ന് നമ്മൾ ആൾറെഡി പറഞ്ഞു. പ്രഷർ, ടെമ്പറേച്ചർ, ഫ്ലോ, അതുപോലെ ലെവൽ എന്ത് വേണമെങ്കിൽ ആവാം. നമ്മൾ ആ ഒരു പ്രോസസ് കൺട്രോൾ സിസ്റ്റത്തിനനുസരിച്ച് it can be anything that is related to that system. So recorder is the instrument used to continuously record the value of a process variable with respect to time. ഓരോരോ particular point of timeൽ അതിന്റെ വാല്യൂ, ഈ പ്രോസസ് വേരിയബിളിന്റെ വാല്യൂ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് റെക്കോർഡറിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. It provides a permanent record of process behavior. ഓരോരോ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ ഏതൊക്കെ രീതിയിലാണ് പ്രോസസ്സ് ബിഹേവ് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു പെർമനന്റ് ആയിട്ടുള്ള ഡാറ്റ റെക്കോർഡ് ചെയ്യുന്നത് എന്താണ്, ഈ റെക്കോർഡേഴ്സ് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ബേസിക്കലി റെക്കോർഡേഴ്സ് ആർ ഡിറ്റക്ടിങ് ദ പ്രോസസ് ഇൻസ്റ്റെബിലിറ്റി. അതാണ് ഇവിടെ പ്രോസസ് ബിഹേവിയർ എന്ന് പറയുന്നത്. പ്രോസസ്സ് സ്റ്റേബിൾ ആണോ അതല്ല അൺസ്റ്റേബിൾ ആണോ എങ്ങനെയാണ് എന്നുള്ള ബിഹേവിയർ റെക്കോർഡ് ചെയ്യുന്നതാണ്. അതാണ് ഡിറ്റക്ടിങ് ദ പ്രോസസ് ഇൻസ്റ്റെബിലിറ്റി. Then it is used to identify the disturbance. Processes disturbance എല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ റെക്കോർഡേഴ്സ് ഉപയോഗിക്കാറുണ്ട്. Analyzing the process trend, how the process is moving forward. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ പ്രോസസ് റെക്കോർഡേഴ്സ് വഴി നമുക്ക് ഇതിനകത്ത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. So basic working principle of a recorder is from a sensor to a transmitter then to a recorder. But സെൻസറിൽ നിന്ന് ഇലക്ട്രിക്കൽ സിഗ്നൽ ട്രാൻസ്മിറ്ററിലേക്ക് പോകും. ഈ ട്രാൻസ്മിറ്ററിൽ നിന്ന് എന്ത് ചെയ്യും, ആ ഡാറ്റ റെക്കോർഡറിലേക്ക് സേവ് ചെയ്യപ്പെടും. The recorder receives an electrical signal and converts it into graphical representation versus time. അതായത് ഓരോരോ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ എന്തൊക്കെയാണ് എന്നുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് നമുക്ക് ഈ പറയുന്ന റെക്കോർഡറിൽ നിന്ന് കിട്ടുന്നത്. സോ സെൻസർ ടു ട്രാൻസ്മിറ്റർ, then transmitter, the electrical signal is going into recorder which is converting the electrical signal into a graphical representation.
ഇനി നമുക്ക് പ്രോസസ് കൺട്രോളിൽ ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ടുള്ള എത്ര ടൈപ്പ് റെക്കോർഡേഴ്സ് ഉണ്ട് നോക്കാം. സ്ട്രിപ്പ് ചാർട്ട് റെക്കോർഡർ വളരെ പഴയ ഒരു ടൈപ്പാണ്. സ്ട്രിപ്പ് ചാർട്ട് റെക്കോർഡർ റെക്കോർഡ്സ് ദ പ്രോസസ് വേരിയബിൾ വേഴ്സസ് ടൈം ഓൺ എ കണ്ടിന്യൂസ്ലി മൂവിംഗ് പേപ്പർ സ്ട്രിപ്പ്. ഒരു കണ്ടിന്യൂസ്ലി മൂവിംഗ് ആയിട്ടുള്ള പേപ്പർ സ്ട്രിപ്പിൽ ഡാറ്റ റെക്കോർഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ, ഈ പ്രോസസ് വേരിയബിൾ റെക്കോർഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെ നമ്മൾ സ്ട്രിപ്പ് ചാർട്ട് റെക്കോർഡർ എന്ന് പറയും. അതേസമയം കണ്ടിന്യൂസ് ചാർട്ട് റെക്കോർഡർ റെക്കോർഡ്സ് ദ പ്രോസസ് വേരിയബിൾ ഓൺ എ റൊട്ടേറ്റിംഗ് സർക്കുലർ ചാർട്ട് യൂഷ്വലി ഫോർ 24 hours ഓഫ് ടൈം. 24 മണിക്കൂർ ഇന്റർവെല്ലില് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു റൊട്ടേറ്റിംഗ് സർക്കുലർ ചാർട്ടിലാണ് ഡാറ്റ റെക്കോർഡ് ചെയ്യപ്പെടുന്നതെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേര് സർക്കുലർ ചാർട്ട് റെക്കോർഡർ. ഇനി മൂന്നാമത്തെ പോപ്പുലർ ആയിട്ടുള്ള ഒരു റെക്കോർഡിംഗ് ടൈപ്പാണ് XY റെക്കോർഡർ, where it plots one variable against other, that is y versus x, mainly used for characteristic and calibration curve. അപ്പോൾ ഓരോരോ പ്രോസസ് കൺട്രോൾ ഓരോ സ്ഥലത്താണ് നമ്മളൊരു അതിന്റെ ആപ്ലിക്കേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് കാലിബ്രേഷൻ പർപ്പസിനെല്ലാം വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റെക്കോർഡർ ടൈപ്പാണ് XY റെക്കോർഡർ. ഇനി ഒരുപാട് റെക്കോർഡർ ടൈപ്പ് ഉണ്ട്. ഇവിടെ വളരെ പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന റെക്കോർഡേഴ്സ് മാത്രമേ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. So that is about recorder in a process control system. ഇനി നമുക്ക് അടുത്ത് വരുന്നത് ടൈമേഴ്സ് ഇൻ എ പ്രോസസ് കൺട്രോൾ. ടൈമേഴ്സ് നമ്മൾ സാധാരണ രീതിയിൽ കേട്ടിട്ടുള്ള ടൈമർ തന്നെയാണ്. അത് എങ്ങനെയാണ് പ്രോസസ് കൺട്രോൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. A timer is basically a control device that introduces a time delay in the operation of a system. ഒരു പ്രോസസ് കൺട്രോൾ സിസ്റ്റത്തിൽ ഒരു പർട്ടിക്കുലർ ടൈം ഡിലേ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് ടൈമർ എന്ന് പറയുന്നത്. ഇൻട്രൊഡ്യൂസ് എ ടൈം ഡിലേ. ഇറ്റ് ആക്ടിവേറ്റ്സ് ഓർ ഡീആക്ടിവേറ്റ്സ് equipment after a preset time interval, and in process industries timers are used for sequential operation, alarm delay, batch processing. മെയിൻ ആയിട്ട് നമ്മൾ ടൈമർ എന്താണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഒരു ടൈം ഡിലേ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ടൈമർ ഉപയോഗിക്കുന്നത്. എന്താണ് ടൈമർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ആക്ടിവേറ്റ്സ് ഓർ ഡീആക്ടിവേറ്റ്സ് എക്യുപ്മെന്റ് ആഫ്റ്റർ എ പ്രീസെറ്റ് ടൈം ഇന്റർവെൽ. അതായത് ഇപ്പൊ നമ്മളെ ഒരു ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു കുക്കിംഗ് അപ്ലയൻസ് ഇൻഡക്ഷൻ കുക്ക് ടോപ്പിൽ നമ്മളൊരു 10 മിനിറ്റ്സ് നമ്മൾ വാട്ടർ ബോയിൽ ചെയ്ത ശേഷം അത് ഓഫ് ആവണമെന്ന് നമ്മൾ ടൈമർ സെറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് ടൈമർ സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ 5 മിനിറ്റിന് ശേഷം അതെന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഡിവൈസ് ഓഫ് ആവും. ഓക്കെ, ഇപ്പൊ എ സിയിലൊക്കെ നമ്മൾ ടൈമർ സെറ്റ് ചെയ്യാറുണ്ട് അല്ലെ? ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 അവർ കഴിഞ്ഞു കഴിഞ്ഞാൽ AC ഓഫ് ആവുന്ന രീതിയിൽ നമ്മൾ ടൈമർ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതുപോലെ എല്ലാ എക്യുപ്മെന്റിലും നമ്മൾ ടൈമർ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ടൈമറിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു ഓൺ ഓഫ്, ഒരു പ്രീസെറ്റ് ടൈം ഇന്റർവെല്ലിൽ ഓൺ ഓഫ് ആക്ടിവേറ്റ് അല്ലെങ്കിൽ ആ എക്യുപ്മെന്റിനെ ഓൺ ചെയ്യോ അല്ലെങ്കിൽ അതിനെ ഓഫ് ചെയ്യുക എന്നുള്ളതാണ് ടൈമർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് സീക്വൻഷ്യൽ ഓപ്പറേഷൻസ് ആൻഡ് അതുപോലെ തന്നെ അലാം ഡിലേ, അതുപോലെ ബാച്ച് പ്രോസസ്സിങ്ങിലെല്ലാം നമ്മൾ പ്രോസസ് കൺട്രോളിൽ നമ്മൾ ടൈമർ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ ഇനി നമുക്ക് അതിനകത്ത് വരുന്നത് ടൈപ്സ് ഓഫ് ടൈമേഴ്സ്. എത്ര ടൈപ്പ് ടൈമർ നമ്മൾ പറഞ്ഞു, ഏതൊക്കെ രീതിയിലാണ് ടൈമർ ആക്ട് ചെയ്യുന്നത്, ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് വൺ is the on delay timer. On delay timer is output turns on after a preset delay when input is applied. നമ്മൾ ഒരു ഇൻപുട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ഔട്ട്പുട്ട് ദാറ്റ് ഈസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് ഓഫ് എ മോട്ടോർ. അപ്പൊ നമ്മൾ മോട്ടോർ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് ടേൺസ് ഓൺ ആഫ്റ്റർ എ പ്രീസെറ്റ് ടൈം ഡിലേ. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത ഉടനെ എന്തുണ്ടാവില്ല? മോട്ടോർ ഓൺ ചെയ്യുന്നുണ്ടാവില്ല. മോട്ടോർ ഓൺ ചെയ്യുന്നത് എന്താണ്? ഒരു 5-6 സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും മോട്ടോർ ഓൺ ചെയ്യുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം ആണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് ഓൺ ഡിലേ. ദ ഔട്ട്പുട്ട് ഈസ് ടേണിംഗ് ഓൺ ആഫ്റ്റർ എ പർട്ടിക്കുലർ ടൈം ഡിലേ. ദാറ്റ് ഈസ് ദ ഓൺ ഡിലേ ടൈമർ. ഈ രണ്ടാമത്തേത് ഓഫ് ഡിലേ ടൈമർ, where the output remains on for a preset time after the input is removed. കൂളിംഗ് ഫാൻ സിസ്റ്റംസ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ പ്രൊജക്ടറിലെല്ലാം നമ്മള് ക്ലാസ് റൂമിലൊക്കെ നമ്മൾ പ്രൊജക്ടർ യൂസ് ചെയ്യാറുണ്ട്. ആ പ്രൊജക്ടറിലെല്ലാം നമ്മൾ പ്രൊജക്ടർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ കൂളിംഗ് ഫാൻ ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് ഓൺ ആവും. പർട്ടിക്കുലർ ടൈമിലേക്ക് ആ ഫാൻ ഓൺ ആയിരിക്കും. കാരണം അതിന്റെ ആ ഒരു പ്രൊജക്ടർ ലാമ്പിനെ കൂൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ പ്രൊജക്ടർ കൂളിംഗ് ഫാൻ കണ്ടിന്യൂസ് ആയിട്ട് ഓൺ ആയിരിക്കും. അപ്പൊ നമ്മള്
പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും, അതായത് നമ്മൾ റിമോട്ടിൽ നമ്മൾ പ്രൊജക്ടർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഈ കൂളിംഗ് ഫാന് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, വർക്ക് ചെയ്യുന്നുണ്ടാവും. അതൊരു പർട്ടിക്കുലർ ടൈം ഇന്റർവൽ കഴിഞ്ഞിട്ടായിരിക്കും കൂളിംഗ് ഫാൻ ഓഫ് ചെയ്യുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഒരു ഓഫ് ഡിലേ ടൈമർ ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തേത് വരുന്നത് ഇന്റർവൽ ടൈമർ, വേർ ദ ഔട്ട്പുട്ട് ടേൺസ് ഓൺ ഇമ്മീഡിയറ്റ്ലി ആൻഡ് റിമെയിൻസ് ഓൺ ഫോർ എ ഫിക്സഡ് ടൈം, ദെൻ ടേൺസ് ഓഫ് ഓട്ടോമാറ്റിക്കലി. പൾസ് ജനറേഷൻ സിസ്റ്റംസിൽ, നമ്മൾ മെഡിക്കൽ എക്യുപ്മെന്റ്സിലെല്ലാം പൾസ് ജനറേഷൻ സിസ്റ്റംസിൽ ഔട്ട്പുട്ട് ടേൺസ് ഓൺ ഇമ്മീഡിയറ്റ്ലി ആൻഡ് റിമെയിൻസ് ഓൺ ഫോർ എ ഫിക്സഡ് ടൈം, ദെൻ ടേൺസ് ഓഫ്. ഓൺ ആവുന്നു, ഒരു 5 സെക്കൻഡിലോ 10 സെക്കൻഡിലേക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നു, അത് കഴിഞ്ഞിട്ട് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവുന്നു. അതിന് നമ്മൾ ഇന്റർവൽ ടൈമർ ആയിട്ട് പറയുന്നത്. ദെൻ നാലാമത്തേത് സൈക്ലിക് ടൈമർ, വേർ ഇറ്റ് പ്രൊഡ്യൂസസ് കണ്ടിന്യൂസ് ഓൺ ഓഫ് സിഗ്നൽസ് ഓർ സൈക്കിൾസ് അറ്റ് പ്രീസെറ്റ് ഇന്റർവെൽസ്. നമ്മൾ ആംബുലൻസിൽ, അതുപോലെ തന്നെ ബ്ലിങ്കിങ് അലാം സിസ്റ്റംസിലെല്ലാം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓൺ ഓഫ് ആണ് വരുന്നത് അല്ലെ. ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ്സ് ഓൺ ആവും, അത് കഴിഞ്ഞ് ഓഫ് ആവും, പിന്നെ ഓൺ ആവും. അങ്ങനെ ഓൺ ഓഫ് സൈക്കിൾ സെറ്റ് ചെയ്തിട്ടുള്ള ടൈമറിനെയാണ് നമ്മൾ സൈക്ലിക് ടൈമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ടൈപ്പ് ടൈമേഴ്സ് ആണ് നമുക്ക് ഒരു പ്രോസസ് കൺട്രോൾ സിസ്റ്റംസിൽ വരുന്നത്. ഇനി അടുത്തത് അതിനകത്ത് വരുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ട്രാൻസ്ഡ്യൂസേഴ്സ്. So transducer is basically a device that converts one form of energy into another form. ഒരു ഫോം ഓഫ് എനർജിനെ നമ്മൾ അടുത്ത ഫോം, വേറെ ഏതെങ്കിലും ഒരു ഫോമിലേക്കുള്ള കൺവേർഷൻ ആണെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നത് ഒരു ട്രാൻസ്ഡ്യൂസർ വഴിയാണ്. ഇറ്റ്സ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് വൺ ഫോം ഓഫ് എനർജി ഇൻടു അനദർ. ജനറൽ ഡെഫിനിഷൻ ആണ്. In a process control system, it converts a physical quantity such as temperature, pressure, flow or displacement into a usable signal, usually an electrical signal. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രോസസ് കൺട്രോളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന ഒരു മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത്. ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രഷർ അല്ലെങ്കിൽ ഫ്ലോ, ഇങ്ങനെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത്. അപ്പോ ഇവിടെ നമ്മുടെ ട്രാൻസ്ഡ്യൂസറിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ, ഇൻ ദ പ്രോസസ് കൺട്രോൾ ഇറ്റ് കൺവേർട്സ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓർ വേരിയബിൾ സച്ച് as ടെമ്പറേച്ചർ, പ്രഷർ, ഫ്ലോ ഓർ ഡിസ്പ്ലേസ്മെന്റ് ഇൻടു ആൻ യൂസബിൾ സിഗ്നൽ, യൂഷ്വലി ആൻ ഇലക്ട്രിക്കൽ സിഗ്നൽ. അപ്പൊ ഈ ടെമ്പറേച്ചറിനെയോ അല്ലെങ്കിൽ പ്രഷറിനെയോ അല്ലെങ്കിൽ ഏത് തരം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയോ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആയിട്ടാണ് ഇവിടെ ട്രാൻസ്ഡ്യൂസർ വർക്ക് ചെയ്യുന്നത്. The process variables are physical in nature, but controllers PLC work with electrical signal. Process variables generally എന്താണ്, ഫിസിക്കൽ നേച്ചർ ആണ്. ടെമ്പറേച്ചർ ആണെങ്കിലും പ്രഷർ ആണെങ്കിലും അതെല്ലാം എന്താണ്, they are always in physical in nature, but controllers PLC programmable logical controller work with electrical signal. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു എനർജി എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ഈ പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെല്ലാം ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സോ ബിക്കോസ് കൺട്രോളേഴ്സ് വർക്ക് വിത്ത് ഇലക്ട്രിക്കൽ സിഗ്നൽ, അപ്പൊ അതിന് എന്ത് ചെയ്യണം, ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം കൺട്രോളറിലേക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. സോ ഫിസിക്കൽ ക്വാണ്ടിറ്റി, അത് കഴിഞ്ഞ് വരുന്നത് ട്രാൻസ്ഡ്യൂസർ. ഈ ട്രാൻസ്ഡ്യൂസർ എന്ത് ചെയ്യും, ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ അല്ലെങ്കിൽ വേരിയബിൾസിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഇലക്ട്രിക്കൽ സിഗ്നലിനെയാണ് നമ്മൾ ഡയറക്റ്റ് കൺട്രോളറിലേക്ക് പ്രോസസ് ചെയ്ത് കൺട്രോളറിലേക്ക് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ബേസിക് പർപ്പസ് ഓഫ് എ ട്രാൻസ്ഡ്യൂസർ. ഇനി നമുക്ക് എത്ര തരം ട്രാൻസ്ഡ്യൂസർ ഉണ്ട് എന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസർ. സോ ബേസ്ഡ് ഓൺ ഔട്ട്പുട്ട് ടൈപ്പ്, ഏത് രീതിയിലാണ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നനുസരിച്ച് നമുക്കതിനെ, ഒന്നാമത്തേത് മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സ്. മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സ് കൺവേർട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻടു മെക്കാനിക്കൽ മോഷൻ. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മളൊരു മെക്കാനിക്കൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന തരം ട്രാൻസ്ഡ്യൂസറിനെയാണ് നമ്മൾ മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോർഡൻ ട്യൂബിൽ മെയിൻ ആയിട്ട് വരുന്ന കൺവേർഷൻ എന്ന് പറയുന്നത് പ്രഷർ ഈസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻ ടു ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു ടൈപ്പാണ് ബോർഡൻ ട്യൂബ് പ്രഷർ ഗേജ്. ബോർഡൻ ട്യൂബിൽ നമുക്ക് പ്രഷറിനെ നമുക്ക് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഡയഫ്രം ഗേജിലാണെങ്കിൽ ഡയഫ്രം ഗേജിൽ നമുക്ക് പ്രഷർ ഈസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻ ടു മൂവ്മെന്റ്. അപ്പോ ഇതിലെല്ലാം എന്താണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റി ലൈക്ക് പ്രഷർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ മൂവ്മെന്റ് ഓർ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ
മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസർ. ഇനി രണ്ടാമത്തേത് നമുക്ക് ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസർ ആണ്. where it converts physical quantity into electrical signal. ഓക്കെ, ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അത് നമുക്ക് പ്രഷർ ആവാം, ടെമ്പറേച്ചർ ആവാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏത് തരം ഫിസിക്കൽ ക്വാണ്ടിറ്റി ആ പ്രോസസ് കൺട്രോൾ സിസ്റ്റംസിൽ നമ്മൾ എന്തിനെയാണോ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം അതിന്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് വരും. അതിനെ നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നതെങ്കിൽ നമ്മൾ അത്തരം ട്രാൻസ്ഡ്യൂസറിനെ നമ്മൾ ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയും. അപ്പൊ അവിടെ വരുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽ എന്ന് പറയുന്നത് വോൾട്ടേജ് ആവാം, അതായത് ഇപ്പൊ പ്രഷറിനെ വോൾട്ടേജ് ആക്കിയിട്ടോ അല്ലെങ്കിൽ പ്രഷറിനെ കറണ്ട് ആക്കിക്കൊണ്ടോ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആക്കിക്കൊണ്ടോ കൺവേർട്ട് ചെയ്യുന്ന തരം ട്രാൻസ്ഡ്യൂസർ ആണ് ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസർ. സോ മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസർ ഇസ് ദർ ആൻഡ് ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസർ ഇസ് ദർ. ഇനി ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസറിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് തെർമോകപ്പിൾ. തെർമോകപ്പിൾ അതിനകത്ത് ടെമ്പറേച്ചർ നമുക്ക് വോൾട്ടേജ് ആയിട്ടാണ് ഔട്ട്പുട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ LVDT, ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഡ്യൂസർ. LVDTയിൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു വോൾട്ടേജ്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഔട്ട്പുട്ട് രണ്ടും എന്താണ്, ഇലക്ട്രിക്കൽ സിഗ്നൽസ് തന്നെയാണ്, വോൾട്ടേജ് തന്നെയാണ് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. സോ ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഔട്ട്പുട്ട് ടൈപ്പ്. ഇനി സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് എനർജി സോഴ്സ്. എനർജി സോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ ആക്റ്റീവ് പാസീവ് എന്ന് രണ്ടായിട്ട് തരംതിരിക്കാം. First one is the active transducer, that is self-generating, do not need external power. പ്രത്യേകിച്ച് എക്സ്റ്റേണൽ പവർ ഒന്നും ആവശ്യമില്ലാത്ത തരം ട്രാൻസ്ഡ്യൂസറിനെയാണ് നമ്മൾ സെൽഫ് ജനറേറ്റിംഗ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തെർമോകപ്പിൾ ഒരു എക്സാമ്പിൾ ആണ്, പീസോ ഇലക്ട്രിക് സെൻസർ എക്സാമ്പിൾ ആണ്. ഇതിലൊന്നും പ്രത്യേകിച്ച് നമ്മൾ എക്സ്റ്റേണൽ പവർ കൊടുക്കേണ്ട കാര്യമില്ല. They are classified under active transducers. Second one is the passive transducers, that is requiring external power supply. External power supply ആവശ്യമായിട്ടുള്ള ട്രാൻസ്ഡ്യൂസറിനെയാണ് നമ്മൾ പാസീവ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്ട്രെയിൻ ഗേജ്, അതുപോലെ തന്നെ LVDT, ഇതെല്ലാം നമുക്ക് പാസീവ് ട്രാൻസ്ഡ്യൂസർ ആയിട്ട് വരും. ഓക്കെ, ദെൻ ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഏത് സിസ്റ്റം ഏത് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത് അനുസരിച്ച് നമ്മൾ അതിനെ നമുക്ക് നാലായിട്ട് തരംതിരിക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ റെസിസ്റ്റീവ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ സ്ട്രെയിൻ ഗേജ്, അതുപോലെ തന്നെ RTD റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ, ഇതെല്ലാം നമുക്ക് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസിൽ വരുന്ന ചേഞ്ച് കൊണ്ട് വർക്ക് ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസർ ആണ് റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. Second one is the inductive transducer, where it is applying the principle of change in inductance. ഇൻഡക്ടൻസിൽ വരുന്ന ചേഞ്ച് അപ്ലൈ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നതാണ് LVDT പോലെയുള്ള ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്. Third one is the capacitive transducer, that is it is making use of the change in capacitance of the system. ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വർക്ക് ചെയ്യുന്ന ലെവൽ സെൻസർ പോലെയുള്ള ട്രാൻസ്ഡ്യൂസർ, അതാണ് കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ ആയിട്ട് പറയപ്പെടുന്നത്. ലെവൽ സെൻസർ, ഇപ്പൊ വാട്ടർ ലെവൽ സെൻസർ നമ്മൾ പറഞ്ഞു. സോ അതെല്ലാം വർക്ക് ചെയ്യുന്നത് ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ് വെച്ചുകൊണ്ടാണ്. നാലാമത്തേത് പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ, വേർ ദ പ്രഷർ, vibration, force or any other process variable is getting converted into voltage at the output side. So examples are pressure sensor. Pressure sensor എല്ലാം നമുക്ക് പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് based on principle of operation we have resistive transducer, inductive transducer, capacitive transducer and പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ. ഇനി മെയിൻ ആയിട്ട് ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ പ്രോപ്പർട്ടീസ് എന്താണ് അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇസ് ദ അക്യുറസി. അതിന്റെ അക്യുറസി തന്നെയാണ് ഒന്നാമതായിട്ട് പറയപ്പെടുന്നത്. ദ ക്ലോസ്നെസ് വിത്ത് വിച്ച് ആൻ ഇൻസ്ട്രുമെന്റ് റീഡിംഗ് അപ്രോച്ചസ് ദ ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് ബീയിങ് മെഷേർഡ്. അതായത് ഒരു ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് ട്രൂ വാല്യൂവിനോട് എത്രത്തോളം അടുത്താണ് നമുക്ക് കിട്ടുന്ന മെഷേർഡ് വാല്യൂ, അതിനാണ് നമ്മൾ അക്യുറസി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ക്ലോസ്നെസ് വിത്ത് വിച്ച് ആൻ ഇൻസ്ട്രുമെന്റ് റീഡിംഗ് അപ്രോച്ചസ് ദ ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി ബീയിങ് മെഷേർഡ്. ഏത് വാല്യൂ ആണെങ്കിൽ ഏത് ക്വാണ്ടിറ്റി വേണമെങ്കിൽ ആവാം, പ്രഷർ ആവാം, ടെമ്പറേച്ചർ ആവാം, എന്ത് വേണമെങ്കിൽ ആവാം. അപ്പൊ അതിന്റെ ട്രൂ വാല്യൂ നമുക്ക് കിട്ടുന്ന മെഷർ വാല്യൂ, ഒരു ഇൻസ്ട്രുമെന്റ് റീഡ് ചെയ്യുന്നു,
അതിന്റെ ട്രൂ വാല്യൂ ഇൻസ്ട്രുമെന്റ് മെഷർ ചെയ്യുന്ന ആ പാരാമീറ്ററിന്റെ ട്രൂ വാല്യൂ മെഷേർഡ് വാല്യൂവും തമ്മിൽ എത്രത്തോളം ക്ലോസ് ആണ്, ഇതിനെയാണ് നമ്മൾ അക്യുറേറ്റ്. അപ്പൊ ആ ഒരു റീഡിങ് അക്യുറേറ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെന്റ് അക്യുറേറ്റ് ആണ് നമ്മൾ പറയുന്നത് ഈ ഒരു അക്യുറസി ബേസ് ചെയ്യുന്നതുകൊണ്ടാണ്. രണ്ടാമത്തേത് പ്രിസിഷൻ എന്ന് പറയും. എ മെഷർ ഓഫ് റീപ്രൊഡ്യൂസിബിലിറ്റി ഓഫ് മെഷർമെന്റ്സ്. It indicates the degree of agreement among repeated measurements under the same condition. ഒരേ എൻവയോൺമെന്റൽ കണ്ടീഷൻസിൽ നമ്മൾ ഒരു പാരാമീറ്റർ മെഷർ ചെയ്യുന്നു, പ്രഷർ മെഷർ ചെയ്യുന്നു. അപ്പൊ പ്രഷർ ഒരു വാല്യൂ കിട്ടി. അപ്പൊ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ അതേ എൻവയോൺമെന്റൽ കണ്ടീഷൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് മെഷർ ചെയ്യുമ്പോഴും ഒരേ വാല്യൂ തന്നെ കിട്ടുന്നെങ്കിൽ അതിനെ നമ്മൾ പ്രിസൈസ് എന്ന് പറയും. ഓക്കെ, അണ്ടർ ദ സെയിം സെറ്റ് ഓഫ് കണ്ടീഷൻസ് if we are making measurements repeatably, the same value is being reproduced. If we are getting the same value, then that measurement is precise. അതിനെ നമുക്ക് precise measurement എന്ന് പറയാം. ഒരേ വാല്യൂ തന്നെ നമുക്ക് എത്ര പ്രാവശ്യം എടുത്താലും ഒരേ വാല്യൂ കിട്ടുവാണെങ്കിൽ അതിനെ precise എന്ന് പറയും. Okay. Then third characteristic is the sensitivity, the ratio of magnitude of output signal to the magnitude of input signal. ഇൻപുട്ടിനനുസരിച്ച് എത്രത്തോളം ഔട്ട്പുട്ട് വേരി ചെയ്യുന്നുണ്ട്, എത്രത്തോളം സെൻസിറ്റീവ് ആണ് എന്നുള്ളത് സെൻസിറ്റിവിറ്റി എന്നുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് വെച്ചുകൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി നാലാമത്തേത് വരുന്നത് ലീനിയാരിറ്റി. The ability of a measurement system to produce output values that are directly proportional to the input values. അതായത് ഔട്ട്പുട്ട് ഇൻപുട്ടിന് പ്രൊപ്പോർഷണൽ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എബിലിറ്റി ഓഫ് എ മെഷർമെന്റ് സിസ്റ്റം ടു പ്രൊഡ്യൂസ് ഔട്ട്പുട്ട് that are directly proportional to the input values is termed as the linearity. ഔട്ട്പുട്ട് എപ്പോഴും ഇൻപുട്ടിലേക്ക് പ്രൊപ്പോർഷണൽ ആയിട്ട് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കഴിവിനെയാണ് നമ്മൾ ലീനിയാരിറ്റി എന്ന് പറയുന്നത്. നോൺ ലീനിയാരിറ്റി ഈസ് ദ ഡീവിയേഷൻ ഫ്രം ദ സ്ട്രെയിറ്റ് ലൈൻ റിലേഷൻഷിപ്പ്. നമ്മൾ ഇങ്ങനെയാണ് ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത്, ഇൻപുട്ട് കൂടുന്നു അതിനനുസരിച്ച് ഔട്ട്പുട്ടും കൂടുന്നു, ഇങ്ങനെ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമ്മൾ ലീനിയർ ഇൻസ്ട്രുമെന്റ് എന്ന് പറയും. നോൺ ലീനിയാരിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ റിലേഷൻഷിപ്പ് ആയിരിക്കില്ല, ഇൻപുട്ടിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാവില്ല ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്, അങ്ങനെയാണ് നമ്മൾ അതിനെ നോൺ ലീനിയർ എന്ന് പറയും. ഇനി അഞ്ചാമത്തേത് വരുന്നത് ഹിസ്റ്റീരിസിസ്. ഹിസ്റ്റീരിസിസ് എന്ന് പറയുന്നത് വേരിയേഷൻ ഇൻ ഔട്ട്പുട്ട് ഓഫ് എ മെഷർമെന്റ് സിസ്റ്റം ഡിപ്പെൻഡ്സ് ഓൺ വെദർ ദ ഇൻപുട്ട് ഈസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. ഇൻപുട്ട് കൂടുകയാണോ അതല്ല കുറയുകയാണോ എന്നുള്ളതനുസരിച്ച് ഔട്ട്പുട്ടിൽ വരുന്ന വേരിയേഷനാണ് നമ്മൾ ഹിസ്റ്റീരിസിസ് എന്ന് പറയും. ഇനി ആറാമത്തേത് റിപ്പീറ്റബിലിറ്റി. റിപ്പീറ്റബിലിറ്റി, ദ ക്ലോസ്നെസ് ഓഫ് മെഷേർഡ് വാല്യൂ വെൻ repeated measurements of the same quantity are carried out under identical conditions. Okay, identical conditionsൽ നമ്മൾ closeness of measured value, the closeness of measured value when repeated measurements of the same quantity are carried out under identical condition. ഒരേ ക്വാണ്ടിറ്റിയുടെ ഐഡന്റിക്കൽ കണ്ടീഷൻസിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് മെഷർമെന്റ് എടുക്കുമ്പോൾ മെഷേർഡ് വാല്യൂ എത്രത്തോളം ക്ലോസ് ആണ് എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ് റിപ്പീറ്റബിലിറ്റി എന്ന് പറയുന്നുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അതേപോലെ തന്നെ റീപ്രൊഡ്യൂസിബിലിറ്റി എന്താണ്, ഇതിപ്പോ സിമിലർ ആണ് പക്ഷെ സെയിം അല്ല. ദ ക്ലോസ്നെസ് ഓഫ് മെഷേർഡ് വാല്യൂ വെൻ മെഷർമെന്റ്സ് ഓഫ് ദ സെയിം ക്വാണ്ടിറ്റി ആർ കാരിഡ് ഔട്ട് അണ്ടർ ഡിഫറെന്റ് കണ്ടീഷൻ. ശ്രദ്ധിക്കണം, റീപ്രൊഡ്യൂസിബിലിറ്റിയും റിപ്പീറ്റബിലിറ്റിയും സെയിം അല്ല. റിപ്പീറ്റബിലിറ്റി എന്ന് പറയുന്നത് ക്ലോസ്നെസ് ഓഫ് മെഷേർഡ് വാല്യൂ വെൻ repeated measurements of the same quantity are carried out under identical conditions, where reproducibility is the closeness of the measured value when measurements of the same quantity are carried out under different conditions. Conditions different ആവുമ്പോഴാണ് നമ്മൾ അതിനെ റീപ്രൊഡ്യൂസിബിലിറ്റി എന്ന് പറയുന്നത്. കണ്ടീഷൻസും സെയിം ആണെങ്കിൽ നമ്മൾ അതിനെ റിപ്പീറ്റബിലിറ്റി എന്ന് പറയും. രണ്ടും ഒന്നല്ല, ഡിഫറെന്റ് ആണ്. ഇനി എട്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ്. ഡ്രിഫ്റ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഓഫ് എ മെഷറിംഗ് സിസ്റ്റം ഓവർ ടൈം ഈവൻ വെൻ ദ ഇൻപുട്ട് റിമെയിൻ കോൺസ്റ്റന്റ്. ഇൻപുട്ട് കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഔട്ട്പുട്ടിൽ വരുന്ന മാറ്റത്തിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഇൻപുട്ട് സെയിം ആണ് പക്ഷെ ഔട്ട്പുട്ട് ഇങ്ങനെ മാറി മാറി വരുന്നു, അതിനെ നമ്മൾ പറയുന്നത് ഡ്രിഫ്റ്റ് എന്നാണ്. ഇനി ഒമ്പതാമത്തേത് വരുന്നത് സ്റ്റാറ്റിക് എറർ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മെഷേർഡ് വാല്യൂ ആൻഡ് ദ ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി. ഒരു മെഷറബിൾ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ
ട്രൂ വാല്യൂവും മെഷേർഡ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് എറർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ദ ത്രെഷോൾഡ്. Threshold is the minimum value of the input below which no output is detected. ഒരു മിനിമം വാല്യൂ അല്ലെ, ഒരു മിനിമം വാല്യൂ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ നമ്മൾ പറയാണ്, ഒരു വെയിങ് ബാലൻസ്, ഒരു ഡിജിറ്റൽ വെയിങ് ബാലൻസിൽ. അപ്പൊ ഡിജിറ്റൽ വെയിങ് ബാലൻസിൽ നമുക്ക് മിനിമം ഇത്ര ക്വാണ്ടിറ്റി എങ്കിലും നമ്മൾ മെഷർ ചെയ്യണം അല്ലെങ്കിൽ വെയ് ചെയ്യണം എന്നുണ്ടാവും. ഇപ്പൊ നമ്മളൊരു 5 ഗ്രാംസോ അല്ലെങ്കിൽ 10 ഗ്രാംസോ ഇപ്പൊ നമ്മളൊരു ഷോപ്പിലെല്ലാം ഉപയോഗിക്കുന്ന വെയിങ് ബാലൻസിൽ ഒരു 50 ഗ്രാമിന് അല്ലെങ്കിൽ 25 ഗ്രാമിന് താഴെ ഒന്നും എന്ത് ചെയ്യില്ല, മെഷർ ചെയ്യില്ല. ഓക്കെ, അപ്പൊ അതിന് താഴെയാണ് നമ്മൾ ഇൻപുട്ട് വെക്കുന്നതെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, എറർ കാണിക്കും. അപ്പൊ അതിനാണ് നമ്മൾ ത്രെഷോൾഡ് എന്ന് പറയുന്നത്. ഒരു മിനിമം ഇൻപുട്ട് ദാറ്റ് ഈസ് റിക്വയർഡ് ഫോർ പ്രൊഡ്യൂസിങ് ഔട്ട്പുട്ട് ഈസ് നോൺ ആസ് ത്രെഷോൾഡ്. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക് ആണ് ഡെഡ് ടൈം. ഡെഡ് ടൈം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ടൈം റിക്വയർഡ് ബൈ എ മെഷർമെന്റ് സിസ്റ്റം to begin to respond to a change in the measurement. റെസ്പോൺസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ടൈമിനെയാണ് നമ്മൾ ഡെഡ് ടൈം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ടൈം ഡിലേ ബിറ്റ്വീൻ ദ അപ്ലിക്കേഷൻ ഓഫ് ആൻ ഇൻപുട്ട് സിഗ്നൽ ആൻഡ് ദ ബിഗിനിങ് ഓഫ് ദ ഔട്ട്പുട്ട് റെസ്പോൺസ് ഓഫ് എ മെഷർമെന്റ് ഓർ കൺട്രോൾ സിസ്റ്റം. ഒരു കൺട്രോൾ സിസ്റ്റത്തിന്റെയോ അല്ലെങ്കിൽ ഒരു മെഷർമെന്റ് സിസ്റ്റത്തിലെയോ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള, അതായത് ഡെഡ് ടൈം ഈസ് ദ time delay between application of an input signal and beginning of output response. അതായത് ഇൻപുട്ട് കൊടുക്കുന്നു, അത് ഔട്ട്പുട്ട് കിട്ടുന്നു, ഇതിന് തമ്മിലുള്ള ടൈം ഡിലേനെയാണ് നമ്മൾ ഡെഡ് ടൈം എന്ന് പറയുന്നത്. ഇപ്പൊ ഇൻപുട്ട് കൊടുത്ത ഉടനെ തന്നെ ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല, ആ ഇൻപുട്ട് കൊടുക്കുന്ന സമയവും ഔട്ട്പുട്ട് കിട്ടുന്ന സമയവും തമ്മിലുള്ള ടൈം ഡിലേനെയാണ് നമ്മൾ ഡെഡ് ടൈം എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്നത് റേഞ്ച്. ദ മാക്സിമം വാല്യൂ ദാറ്റ് ആൻ ഇൻസ്ട്രുമെന്റ് ക്യാൻ മെഷർ. ഒരു ഇൻസ്ട്രുമെന്റിന് മെഷർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം വാല്യൂ ാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് വരുന്നത് സ്പാൻ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് വാല്യൂസ് ഓഫ് ദ മെഷർമെന്റ് റേഞ്ച്. മാക്സിമം മിനിമം വാല്യൂനെയാണ് നമ്മൾ സ്പാൻ. ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് വാല്യൂസ് ഓഫ് ദ മെഷർമെന്റ് റേഞ്ചിനെയാണ് നമ്മൾ സ്പാൻ എന്നുകൊണ്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.